എൻ്റെ ശംഖുപുഷ്പം പൂത്ത് നിൽക്കണ കണ്ട. ഇത് നോക്കിയ കട്ടയായിട്ടുള്ള വയലറ്റ് ശംഖുപുഷ്പമാണ്. ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒറ്റതളായിട്ടുള്ളതാണ്. അതിപ്പോഴും ഉണ്ട്, വെള്ളയും വയലറ്റും ഉണ്ട്. ഇത് ഇങ്ങനെ നല്ല കട്ടയായിട്ട് വിരിയുന്ന ശംഖുപുഷ്പമാണ്. ഇതാദ്യം ഞാൻ ചട്ടിയിലാണ് വെച്ചിരുന്നത്. പിന്നെ അതിന് വളർച്ച പോരാന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് പറിച്ചെടുത്തിട്ട് താഴെ കൊണ്ടുവച്ചു, ഒരു മുരിങ്ങ മരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച് കൊടുത്തു. അപ്പം ഇങ്ങനെ എന്നിട്ട് ആ മുരിങ്ങ മരത്തുമ്മ പച്ച നെറ്റ് ചുറ്റി കൊടുത്തു. അപ്പം അതിലൊക്കെ പിടിച്ച് കയറി ഇപ്പം അതിൽ നിറയെ പൂക്കളായി. ശംഖുപുഷ്പം ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് ശംഖുപുഷ്പം. പിന്നെ ഒരുപാട് എന്താ പറയുക, ഹെർബൽ മെഡിസിനാണ് ഈ ശംഖുപുഷ്പം. ഒരുപാട് രോഗങ്ങൾക്ക് ഇതിൻ്റെ വേരും ഇലയും പൂവും തണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ പൂവ് എടുത്തിട്ട് ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ആൻറ്റി ഏജിങ് തടയും. ആ കാലത്തിലുള്ള ഇതൊക്കെ വരില്ലേ, മുടി നരയ്ക്കൽ, അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വാർദ്ധക്യം വരുന്നത്, അതിനൊക്കെ ഇതിൻ്റെ പൂവ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതെന്ന് പറയും. അതുപോലെ ഈ പ്രഷറുള്ളവർക്ക് അങ്ങനത്തെവർക്കൊക്കെ ഇതിൻ്റെ ഈ പൂവിട്ട് ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. ഈ ആൻറ്റി ഏജിങ് ഉണ്ടല്ലോ, അകാലനരയും വാർദ്ധക്യം വരുന്നതൊക്കെ, അതൊക്കെ ഒരു പരിധി വരെ തടയുന്നറിയുന്നുണ്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ ചായ ഉണ്ടാക്കി കുടിച്ചാൽ. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇത്. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഡ്രൈ ആയത് ബോക്സിലായിട്ട് നല്ല വിലയുണ്ട് കേട്ടോ. ഓൺലൈനിൽ നമ്മൾ വാങ്ങുമ്പോൾ ഈ പൂവ് പൊട്ടിച്ച് ഉണക്കി പാക്ക് ചെയ്ത് വരുന്നതാണ് അത്. നാട്ടിലെ ചെടികളെ അവസാനത്തെ വീഡിയോ ആണ് ഇതെൻ്റെ. ഇനി കുറച്ച് നാൾ നമുക്ക് കാനഡയിലെ വിശേഷങ്ങൾ കാണാം. കാനഡയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ടുണ്ടല്ലോ, അവിടെ ചെടികളും പൂക്കളൊന്നും ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ ഇതുപോലെ റീൽസായിട്ട് ഇടാട്ടാ. അപ്പോൾ ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത്. അപ്പോൾ ഈ വിത്ത് കാണുമ്പോൾ ഇനി കുറേ പേര് എന്നോട് വിത്ത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വിത്ത് ഇപ്പം എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ കാനഡയ്ക്ക് പോണതുകൊണ്ട്. അപ്പോൾ ഇനി വന്നിട്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വിത്തൊക്കെ ഞാൻ ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു തരാം. ഇപ്പം എന്തായാലും വിത്ത് ചോദിക്കരുത് കേട്ടാ. ഇത് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ് നാട്ടിലത്തെ ഗാർഡൻ്റെ. ഇനി കുറേ നാൾ കാനഡ വിശേഷങ്ങൾ മാത്രമായിരിക്കും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഈ നാട്ടിൽ വരുമ്പോഴാണ് നാട്ടിലത്തെ തോട്ടത്തിലെ വിശേഷം അറിയുള്ളൂ.